ഹലോ ഗൈസ്, അങ്ങനെ ഇംഗ്ലീഷ് എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നു. എൻ്റെ ഹോണസ്റ്റ് ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം വലിയ കുഴപ്പമൊന്നുമില്ല, ഈസി ആയിരുന്നു. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് ഒന്ന് കുഴപ്പിച്ചു. ലൈക്ക് ഇപ്പം എൻ്റെ കയ്യിൽ പേപ്പർ ഉണ്ട് കേട്ടോ. 4ാമത്തെ ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദി സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ. അങ്ങനെ ഒരു ക്വസ്റ്റ്യനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ചെറുങ്ങനൊരു പ്രശ്നമായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ അറ്റൻഡ് ചെയ്തതാണ്. അതുപോലെ ഗ്രാമറിലെ കോൺവെർസേഷൻ കംപ്ലീഷൻ ഞാൻ വന്നതിന് ശേഷം ജസ്റ്റ് ആൻസറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല അടിപൊളിയായി എഴുതിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇംഗ്ലീഷ് എക്സാം ഒക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. സോ ഇഫ് യു ഗൈസ് ആരെങ്കിലുമൊക്കെ എക്സാം സാറ്റിസ്ഫൈഡ് അല്ല എഴുതിയതെന്നുണ്ടെങ്കിൽ അത് പോട്ടെ, കഴിഞ്ഞില്ല, നമുക്ക് ഇനി അടുത്തിന് പിടിക്കാം. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് മലയാളം സെക്കൻഡ് എക്സാം ആണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കണം. സോ അതിൻ്റെ സ്റ്റഡി ബ്ലോക്കാണ്. സോ യാ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. അപ്പം ഇനി എക്സാം മലയാളം സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ അതാണ് പഠിക്കണത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിപ്പോൾ ഞാൻ ഇടുമ്പോൾ എന്തായാലും മലയാളം കഴിഞ്ഞിട്ടുണ്ടാവും, മലയാളം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇത് എടുത്തതൊരു രാത്രി ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു യൂണിറ്റ് തീർത്ത് കിടക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ എൻ്റെ ഒരു ചെറിയ നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കണം എത്ര ചാപ്റ്റർ ഉണ്ട് അങ്ങനെയൊക്കെ. സോ ഇന്ന് ഫസ്റ്റ് യൂണിറ്റ് തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഞാൻ മലയാളം സെക്കൻഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ചിത്രകാരി വായിച്ചൊന്ന് റിവൈസ് ചെയ്ത് തീർത്തു. ഇനി ഞാൻ അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാൻ പോകുന്നു. ഇന്ന് ഞാൻ 3 ചാപ്റ്റർ തീർക്കാം, അതായത് ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ടൈം 9:30 ആവാനായി. സോ ഐ തോട്ട് ഇന്ന് ആ ഒരു യൂണിറ്റ് തീർത്തിട്ട് കിടക്കാൻ പോകുന്നു. സോ യാ, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ഇൻ സ്റ്റഡി. യാ, അങ്ങനെ ഞാൻ 2ാമത്തെ ചാപ്റ്ററായ കൽബിലെ നിലാവും തീർത്തു. ജസ്റ്റ് ഒന്ന് വായിച്ച്, പിന്നെ അതിൽ മെയിനായിട്ട് ഒരു ചെറിയ നാടകമാണ്. സോ അതിലങ്ങനെ ഭയങ്കരമായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല. നായകൻ ആ കാമുകനെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് അതിലുള്ളത്. സോ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കി. സോ യാ, ഇനി അടുത്തതിലോട്ട്. ഹലോ ഗൈസ്, സോ ഞാൻ എൻ്റെ 3rd ചാപ്റ്ററും ചേർത്തു. സോ ഞാൻ ഇന്നൊക്കെ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചത് ഈ 3 ചാപ്റ്ററും റിവൈസ് ചെയ്ത് തീർക്കണം എന്നാണ്. സോ ഞാൻ അത് റിവൈസ് ചെയ്ത് തീർത്തു. പ്ലീസ് നമുക്ക് മോസ്റ്റ് സാറ്റിസ്ഫൈങ് പാർട്ടിലോട്ട് കിടക്കാം. സാറ്റിസ്ഫൈങ് പാർട്ടീസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ലിസ്റ്റ്. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലൈക്ക് ചാപ്റ്റർ ആരെ എഴുതിയത്, അത് എന്താണ്, കഥയാണോ കവിത അങ്ങനെയുള്ള സംഭവമൊക്കെ എഴുതി വെച്ചതാണ് ജസ്റ്റ്. പക്ഷേ അതിങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് കൈൻഡ് ഓഫ് രീതിയിൽ, സോ ദാറ്റ് ഇഫ് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്കിത് ഇങ്ങനെ ഫില്ലില്ല. ഇങ്ങനെ ഫിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കൈൻഡ് ഓഫ് ഒരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത്രയ്ക്കെങ്കിലും റിവൈസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം. യെസ്, ഇതൊന്നും ചെയ്ത് ഞാൻ ഏത് പെന്നാണ് യൂസ് ചെയ്യാറ് എഴുതാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഷോ പിന്നെ ഇങ്ങനെ പെർട്ടിക്കുലർ പെൻ അങ്ങനെ ഒന്നുമില്ല. കുറച്ച് അതുപോലെ കുറച്ച് എന്താ പറയുക, തിന്നായിട്ടുള്ള നിബാണെങ്കിൽ കുറച്ചുകൂടി സുഖമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള, അല്ലാതെ ഈ പെൻ വെച്ചിട്ട് എഴുതുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ കയ്യിലുള്ള 4 ഡിഫറെൻറ്റ് പെൻ ഇതൊക്കെയാണ്. സോ ഫസ്റ്റ് വൺ ലിംഗ്വിസ്റ്റിക്, ഇത് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ പെന്ന്, അതെങ്ങനെയൊക്കെ ബാഗിൽ എത്താതാണ്. സോ ഇത് എൻ്റെ പെന്നല്ല, പക്ഷേ ലിംഗ്വിസ്റ്റിക് യൂസ് ചെയ്യാറുണ്ട്. സോ ആൻഡ് അടുത്ത പെന്നീസ് ഇത് എൻ്റെ ഇപ്പോൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പെന്നാണ്. സാധാരണ എനിക്ക് ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പെണ്ണ് തീരെ ഇഷ്ടമല്ല, കാരണം അത് ഭയങ്കര എന്താ പറയുക, അതിന് നിപ്പ് ഭയങ്കര തിക്കായിരിക്കും. എനിക്ക് ഭയങ്കര തിന്നായിട്ടുള്ള നിപ്പാണ് ഇഷ്ടം. പക്ഷേ ഇത് എനിക്ക് ഇഷ്ടമായി, ഇത് കുറച്ച് തിന്നായിട്ടുള്ള നിപ്പാണ്. അതിൻ്റെ ഇത് ഭയങ്കര സ്മൂത്താണ് ഇപ്പോൾ. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൻഡ് ഇവിടെ ഇങ്ങനെ
മാത്സ് ഫ്ലോ യൂണി മാത്സിൻ്റെ മാത്സ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര. സോ ഇതാണ് രണ്ടാമത്തെ പെൻ. ആൻഡ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഡോംസിൻ്റെ 2 പെൻ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമല്ല, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് ഡോംസിൻ്റെ ഇൻക്സ്ട്രാ എങ്ങനെ പറയാനൊക്കല്ല, ഇൻക്സ്ട്രൈ അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര്. ഇത് അതേപോലെ തന്നെ ഇൻക്സിഫൈ അതേപോലെ തന്നെ ഒരു യെസ്. സോ ദീസ് ആർ ഓൾ ദ പെൻസ് ഐ ഹാവ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ച സംഭവം പഠിച്ചു തീർന്നു. സോ ഐ തിങ്ക് ഇറ്റ്സ് എ വൈൻഡ് അപ്പ്. അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞ ഒരു സ്റ്റഡി ബ്ലോഗ് കിടന്നായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റഡിൻ്റെ ആവശ്യമില്ലല്ലോ, ഫുൾ ലാവിഷ് ലക്ഷറിയസ് ലൈഫ്. ഈ വീഡിയോ കാണുന്നതിൽ SLC എഴുതുന്ന 2024 SLC എഴുതുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ നല്ല മൂഞ്ചിയ ബാച്ചാണ്. പക്ഷേ വി ആർ വെരി സ്ട്രോങ് ആൻഡ് നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആവശ്യമില്ല. വി ആർ സ്ട്രോങ്, വി ക്യാൻ ഡു ഇറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ആശ്വസിക്കുക. സോ മാർക്ക് ഇനി ഇൻ കേസ് നമുക്ക് റിസൾട്ട് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച മാർക്കൊന്നും കിട്ടിയില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. അതെല്ലാം അതൊക്കെ ഇഫ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളത് കിട്ടും. അതിന് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇഫ് നിങ്ങൾ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്തു എന്നിട്ടും മാർക്ക് കിട്ടിയില്ല എന്നാണെങ്കിൽ ദാറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. സോ അതിനെ കുറിച്ചിട്ട് ആരും ബറീഡാവാതിരിക്കുക. ഇത് തന്നെയാണ് എനിക്ക് എന്നോടും പറയാനുള്ളത്. I wish you all the very best for upcoming exams. So thank you so much for watching my video. Bye bye.